ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി MD ആൻഡ് CEO ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വളരെ വീക്കായിട്ടാണ് മോർണിംഗിൽ ജാപ്പനീസ് മാർക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സ്ലൈറ്റ് റിക്കവറിയാണ് കാണുന്നത്. എന്നിരുന്നാലും ഓവറോൾ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടേക്കാം. അമേരിക്കൻ മാർക്കറ്റുകളും മറ്റു ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ത്യ അടക്കം കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് ബെറ്റർ ആയിട്ടായിരുന്നു. നമ്മൾ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ വീക്കായിരുന്നു. ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിൽ വലിയ രീതിയിൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ 19.01 വരെ ഉയർന്നിരുന്നു വെള്ളിയാഴ്ച. അതിനുശേഷം 18.47 ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ലൈറ്റ് പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ വിക്സിൻ്റെ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ വൊളാറ്റിലിറ്റീനെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. നമ്മൾ കമോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഓൾമോസ്റ്റ് സെയിം ലെവലിൽ തന്നെയാണെന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. $2,364 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ $82.55 പെർ ബാരലിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ കോപ്പറും സിങ്കും ഒക്കെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പറിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ കോപ്പർ മൈനിങ് കമ്പനികൾക്കും കോപ്പർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ, അതുപോലെ തന്നെ ഹിൻഡാൽക്കോ തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ ഒരു ലെവലിൽ ബൈയിങ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളുടെ എക്കണോമിക് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ചൈനയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ശനിയാഴ്ച പുറത്തു വിട്ടിരുന്നു. ഇത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ഡാറ്റ ആയിരുന്നു. പക്ഷേ ചൈനീസ് മാർക്കറ്റിൽ അതിൻ്റേതായ ഇമ്പാക്റ്റൊന്നും ഇതുവരെ ദൃശ്യമായിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ നമ്മുടെ ഏപ്രിൽ മാസത്തിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. IIP ഡാറ്റ മാർച്ചിലത്തെ അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തൽക്കാലം മാർക്കറ്റിലുണ്ടാവാൻ ചാൻസസ് ഇല്ല. മറിച്ച് ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ക്വാർട്ടർ ഫോർ റിസൾട്ട് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, SBI, ABB, അതുപോലെ തന്നെ ITDC, BEML, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, JK സിമെൻറ്റ്, പിരമൽ ഫാർമ, ഈ കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടുകളാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് BEML, അതുപോലെ തന്നെ ITDC, ഇന്ത്യ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. ITDC ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അധീനത്തിലുള്ളൊരു കമ്പനിയാണ്. ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള കമ്പനി കൂടിയാണ്. തീർച്ചയായിട്ടും ITDCനെ സംബന്ധിച്ച് ന്യൂസ് പോസിറ്റീവ് തന്നെയാണ്. മാർജിൻ ഫ്രണ്ടിലായാലും നല്ല ഇൻക്രീസാണ് കാണുന്നത്. അതുപോലെ തന്നെ JK സിമെൻറ്റ് റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. BEMLൻ്റെ റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. പിരമൽ ഫാർമയുടെ റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. ഇന്ന് പോസിറ്റീവായിട്ട് ന്യൂസ് ഫ്ലോസ് ഉള്ള മറ്റ് കമ്പനികൾ ഒന്ന് റെയിൽടെൽ ആണ്, അതുപോലെ തന്നെ ഹഡ്കോ ഉണ്ട്. അതോടൊപ്പം തന്നെ അഡാനി എൻ്റർപ്രൈസസ് 80,000 കോടി രൂപയാണ് ഫർദർ അവർ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അടുത്ത 2 വർഷമായിട്ട്. സോളാർ സെല്ലിലും അതുപോലെ തന്നെ മോഡ്യൂൾസിലൊക്കെ ഉപയോഗിക്കുന്ന വേഫർ ചിപ്സും ഇൻഗോട്ട്സും ഒക്കെ ഓൾറെഡി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2027-28 കൂടിയിട്ട് ഇന്ത്യയിലത്തെ ഇൻറ്റിഗ്രേറ്റഡ് എനർജി പ്ലെയർ ആവാനുള്ള പ്ലാനിലാണ് അഡാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ച്. ലോങ് ടൈമിൽ ഈ ന്യൂസ് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഒപ്പം ക്വാർട്ടർ 4 റിസൾട്ടുകൾ നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ മറ്റൊരു കമ്പനി TVS ഹോൾഡിങ്സ് ആണ്. എക്സലൻറ്റ് റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ ഒരു അക്വിസിഷനും കൂടി കഴിഞ്ഞ ആഴ്ച കമ്പനി നടത്തിയിട്ടുണ്ട്. പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ധരണി ഷുഗർ പഴയ ഒരു ഷുഗർ റിലേറ്റഡ് കമ്പനിയാണ്. വളരെ നന്നായി പെർഫോം ചെയ്തിരുന്ന കമ്പനിയാണ്. ചെന്നൈ ബേസ്ഡ് കമ്പനിയാണ്. ഇത് NCLTയിൽ കൂടെ വീണ്ടും പ്രൊമോട്ടർ തന്നെ ഇൻസോൾവൻസി പ്രോസസ്സിൽ കൂടെ, കോർപ്പറേറ്റ് ഇൻസോൾവൻസി പ്രോസസ്സിൽ കൂടെ കമ്പനീനെ ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സസ്പെൻഡഡ് ആണ്. റീലീസ് ചെയ്യുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കായിരിക്കും. കാരണം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കമ്പനിയെ റിവൈവ് ചെയ്യാനുള്ള പല പ്രപ്പോസലുകളും വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് റീലിസ്റ്റിങ്ങിന് ശേഷം, സസ്പെൻഷൻ മാറി കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ നല്ല അപ്രിസിയേഷൻ കിട്ടാൻ ചാൻസസ് കൂടുതലാണ്.
ഇതൊക്കെയാണ് മാർക്കറ്റിൽ ഇന്നത്തെ മേജറായിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. ഒപ്പം നമ്മൾ നോക്കേണ്ട ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസൊക്കെ വന്ന് മാർക്കറ്റൊക്കെ വീണ്ടും താഴെ പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയിലെ ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിച്ചാലും ഇന്ത്യനെ സംബന്ധിച്ച് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. മറിച്ച് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും അത്തരത്തിലുള്ള സെല്ലിംഗ് പ്രഷറൊക്കെ അബ്സോർബ് ചെയ്യുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഒപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെൻറ് റിഫോം മെഷേഴ്സ് എടുത്ത് വലിയ രീതിയിൽ എക്സ്പാൻഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന റെയിൽവേ സെക്ടർ, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി സെക്ടർ, ഫൈനാൻഷ്യൽ സെക്ടർ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ, ഈ സ്റ്റോക്കുകൾ, ഈ സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ 3-4 ഘട്ടമായിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാൻ ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ മേജറായിട്ടൊരു വൊളാറ്റിലിറ്റി വന്ന് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ 21,700 21,800 ലെവലിലേക്കൊക്കെ താഴെ വന്നേക്കാൻ നിഫ്റ്റി. വേഴ്സ്റ്റ് സിനാരിയോയിൽ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ 21,400 21,600 ഒക്കെ വന്നേക്കാം. വളരെ ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് വരികയാണെങ്കിൽ ഇതൊക്കെ സംഭവിച്ചേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.